ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേനയും വെള്ളരിക്കയും വെച്ചിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പം നാടൻ കറി നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേനയുടെയും വെള്ളരിക്കയുടെയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വേഗം പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതുപോലെ അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. ഞാൻ എടുത്ത വെള്ളരിക്കയുടെയും ചേനയുടെയും പകുതി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്രയും എടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. പകുതിയാക്കി മൂടി വെച്ച് കൊടുക്കണില്ല, തിളച്ച് ചാടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേനയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. വെള്ളരിക്ക വെന്തിട്ടുണ്ടാവും, ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ചേനയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത് നമ്മുടെ തേങ്ങയുടെ കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടില്ല കേട്ടോ. പെരിഞ്ചീരകം മാത്രമേ എടുത്തിട്ടുള്ളൂ. പെരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണേൽ മറ്റേ ചെറിയ ജീരകം ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് കറി ഒന്ന് തിളയ്ക്കണം. തിളച്ചങ്ങ് പോകരുത്, ഒന്ന് അന്നേരം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. തിളച്ചങ്ങ് പോകുമ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് വറുത്തെടുക്കാനാണ്. അപ്പോൾ ഈ വറുത്തെടുത്ത തേങ്ങയും കൂടെ ഒന്ന് കറിയിലേക്ക് ചേർക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്കിങ്ങനെ കൈയെടുക്കാതെ ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്ത ഈ തേങ്ങ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് തളിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കറി കണ്ടില്ലേ, ഒരു ചാറാക്കി ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കുറുകിയൊക്കെ വരുമ്പോഴാണ് ആ ഒരു എരിശ്ശേരിയുടെയൊക്കെ ആ ഒരു ഇതിൽ വരുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കറിക്ക്. അപ്പോൾ ഞാനിവിടെ കറിക്ക് കടുകൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കറിവേപ്പിലയൊന്നും കാണാത്തത്. കണ്ടില്ല, അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു മാങ്ങാച്ചാറോ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ